ഇന്നലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പ്രധാനമന്ത്രിയും ഞാൻ ആഗ്രഹിക്കുന്ന നിയുക്ത പ്രധാനമന്ത്രിയും കേരളം സന്ദർശിച്ച ദിവസമാണ്. അവിടെ നിലവിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ നടത്തുകയുണ്ടായി. വർഷങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹം ഇന്നലെ പ്രതിപാദിച്ചു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ഇന്നെങ്കിലും പതിവ് ശൈലി വിട്ടിട്ട് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറാകും എന്നാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിച്ചത്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം വിമർശിച്ചത്. പിണറായി വിജയൻ മലയാളിയുടെ ആകെ മുഖ്യമന്ത്രിയാണ്. അന്നേരം പക്ഷെ ഇന്നത്തെ പത്രസമ്മേളനത്തിലും പതിവ് ശൈലി കൈവിടാതെ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ്. പിണറായി വിജയന്റെ ഈ പ്രസംഗം കേൾക്കുമ്പം, പിണറായി വിജയന്റെ പ്രചരണം തുടങ്ങിയപ്പോൾ ഇന്നുവരെയുള്ള പ്രസംഗം കേൾക്കുമ്പം ഇല്ല, പഴയ സ്ക്രാച്ച് വീണ LP റെക്കോർഡിന്റെ സ്ഥിതി എന്താണ് അതുപോലെയാണ്. സൂചി അതേ സ്ഥലത്ത് കിടന്ന് കറങ്ങുക, മുന്നോട്ട് നീങ്ങുന്നില്ല. ഇനി ആരെങ്കിലും എടുത്ത് സൂചി മുന്നോട്ട് വെച്ചാൽ മാത്രമേ അടുത്തതിലേക്ക് ഭാഗത്തേക്ക് പോകത്തുള്ളൂ. പക്ഷെ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു കോഴിക്കോട് വയനാട് നിന്നുകൊണ്ട്. എന്തുകൊണ്ട് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിക്കാതെ എന്നെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുണ്ട്. കാരണം അദ്ദേഹം അക്കവിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ പ്രതികളെ സംരക്ഷിക്കാൻ നോക്കുന്നു മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഗൗരവമേറിയ ആക്ഷേപങ്ങളുമൊക്കെ പ്രധാനമന്ത്രി ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി ചോദിച്ചതിന് മറുപടി അത് തന്നെയാണ്. ഇതെല്ലാം അറിയാവുന്ന പ്രധാനമന്ത്രി ഇന്നേ വരെ ആ കേസ് എങ്ങും എത്താതെ മുന്നോട്ട് പോയി എന്നുള്ളതിന്റെ മറുപടിയൂടെ, എങ്ങനെ പോയി എന്നുള്ളതിന്റെ മറുപടിയൂടെ കേരള ജനതയോട് നൽകേണ്ടതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് 2021 ഇലക്ഷന് മുമ്പാണ് വളരെ തീവ്രമായ അന്വേഷണം എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. 3 വർഷം പിന്നിട്ടിട്ടും അത് എങ്ങും എത്തിയില്ല. ഇന്നും പ്രധാനമന്ത്രി പറയുന്നു ഇതൊക്കെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ അറിയാം, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രധാനമന്ത്രി ചുമ്മാതെ പറയത്തില്ലല്ലോ. അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് കയ്യിലുള്ള വിവരം വെച്ചിട്ടാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത്. പക്ഷേ അവിടെ തന്നെ അതിൽ നടപടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പിണറായി വിജയൻ എന്തുകൊണ്ട് മൗനം ആയി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് മറുപടി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ട്. ഇത് കേരള ജനത ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ ആണ്. അല്ല, ശ്രീ കെ സുരേന്ദ്രൻ ഒരു MP-യോ MLA-യോ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്തെ ഒരു MP-യും MLA-യും സ്വന്തം വീട്ടിൽ നിന്നോ തറവാട്ടിൽ നിന്നോ പണം കൊണ്ടുവന്നല്ല വികസന പ്രവർത്തനം ചെയ്യുന്നത്. അതാത് ഗവൺമെന്റുകളുടെ സ്കീമുകൾ തൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ്. ഒരു MLA ആണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ അത് തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തന്റെ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും. ഒരു MP ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ തന്റെ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും.
അങ്ങനെ മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ എം പിമാരും പ്രവർത്തിക്കുന്നത്. അന്നേരം പ്രേമേന്ദ്രൻ ഇനി നാവായിക്കുളത്തു നിന്ന് കൊണ്ടുവന്ന് വികസനം നടത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നു, ശ്രീ സുരേന്ദ്രൻ്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു, മോഹഭംഗം ഞാൻ മനസ്സിലാക്കുന്നു. വയനാട് പോയി രാഹുൽ ഗാന്ധിയോട് മത്സരിക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ നിന്നുള്ള ആ വേദനയിൽ നിന്നുള്ള പറച്ചിലാണ്. പക്ഷേ സുരേന്ദ്രന് സമാധാനിക്കാവുന്ന കാര്യമാണ്. ഒരു രീതിയിലും സുരേന്ദ്രൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ആടിടിച്ച് ചാകുന്നതിനേക്കാൾ നല്ലത് ആനയിടിച്ച് ചാകുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വയനാട് പോയി മത്സരിക്കുന്നതിൽ അത്ര ഒരു വേദനയൊന്നും സുരേന്ദ്രന് തോന്നേണ്ട കാര്യമില്ല.